ഹലോ, ഒരുപാട് നാളായില്ല ഒരു വീഡിയോ ചെയ്തിട്ട് മടിയാണ്, വേറൊന്നുമല്ല. അപ്പോൾ രാവിലെ തന്നെ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചിട്ട് തുടങ്ങാം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ, ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ കുറച്ച് വെയിലൊക്കെ കൊണ്ട് ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങിക്കണ്. നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ്. വിൻ്ററിൽ എങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ടും കാര്യമില്ലല്ലോ, കോട്ടിട്ട മൂട് പോയി. സോ ഗൈസ്, നമ്മൾ ഇന്ന് കാക്കുവിൻ്റെ വണ്ടിൻ്റെ ടയർ മാറ്റാൻ പോവാണല്ലോ. എനിക്കവിടെ ഒരു റോളും ഇല്ല, എന്നാലും നമ്മൾ വെറുതെ വലിഞ്ഞു കെട്ടിപ്പോവും. ദിസ് ഇസ് മൈ എൻ്റർടൈൻമെൻറ്റ് ഗൈസ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് ആകുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ്റ് വേണ്ടേ. ഒരു ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബറുടെ ഓതരം അതിപ്പോൾ കാക്കുന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. വേണ്ട, വലുതാലൊക്കെ എടുത്താലും ഓക്കെ. അങ്ങനെ നമ്മളുടെ കണ്ടന്റ് ഇല്ലാത്ത ഡേ ഇൻ മൈ ലൈഫിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ 250ഓളം വരുന്ന ഫ്രണ്ട്സിൻ്റെ റിക്വസ്റ്റ് പ്രമാണിച്ചാണ് ഞാൻ ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ പൊതുവെ ഒന്നും ഉണ്ടാവാറില്ല. നേരെ വിളിക്കുന്നു, എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നു, കാക്കു പണിക്ക് പോകുന്നു. ഞാൻ പിന്നെ ടി വിയിൽ ആ തല മുതൽ ഈ തല വരെ വെബ് സീരീസും സിനിമയും എല്ലാം ഇരുന്ന് കാണുന്നു. ഇവിടെ ഇപ്പോൾ ഒരു 4:30-5 മണിയാകുമ്പോൾ രാത്രിയാവുന്നു. കാക്കു വരുന്നു, ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു. ഖലാസ്. ഞാനത് എങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ആക്കും? എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അതുകൊണ്ടാണ് നമുക്ക് ഇന്നൊരു ചെറിയ കണ്ടന്റ് ഉണ്ട്. നമ്മൾ വിൻ്റർ ആയതുകൊണ്ട് നമ്മളുടെ വണ്ടീൻ്റെ ടയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് നമ്മളെ വണ്ടി. സോ അത് നമുക്ക് രസമായിരിക്കും എന്ന് വിചാരിക്കാം. അതെടുക്കാനാണ് നമ്മളിന്ന് പോകുന്നത്. അയ്യോ, ഹീറ്ററിടൂ, നല്ല തണുപ്പ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. രസമാവേണ്ടതാണ്. നിങ്ങളിത് കാണുന്നുണ്ടോ? എയർ പൊല്യൂഷനാണ് ഈ പൊങ്ങിപ്പോയി പോണത്. തണുപ്പായിട്ടൊന്നുമല്ല, നല്ല കട്ടിയിലെ പുക വിട്ടിട്ടാണ്. എന്ത് പറഞ്ഞാലും തണുപ്പിനാ പറ്റും. വെറുതെ ഒരു അപകടം പഠിച്ചു. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ ചരക്ക് ട്രെയിൻ. ആക്കൂത് കണ്ടതിനാ എന്തോ സാധനം ഇങ്ങനെ അട്ടിക്കിട്ട പോലെ ഉണ്ടല്ലേ. ഇറ്റ്സ് മൂവിങ് ആക്ച്വലി. മൂവ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പോവാ. ഡബിൾ ഒരു ഭംഗിയില്ലല്ലേ. ആ സാധനം മാത്രമേ, എൻ്റെ ബോഗി തന്നെയാണോ എന്ന് പറയാം, ആ സാധനം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കഴിയുമ്പോൾ അങ്ങനെ കയറ്റി. 20 കിലോമീറ്ററോ? എന്നാ പിന്നെ വീഡിയോ ഓഫാക്കട്ടെ. ഈ ക്ലിപ്പച്ച കളറിൽ കാണുന്നത് ഏതോ ഒരു പുതിയ ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നതാണ് ഗൈസ്. മുന്നിലിതാ ഒരു BMW. ഇതാണ് ഗൈസ് നമ്മളുടെ ഷോറൂം. എന്താ നിസാന്റെ മുന്നിൽ ടെസ്ല? വൈ ഇറ്റ് ഹാപ്പൻസ്? ഹായ് സൂര്യ, 10 മണി ആയിട്ടില്ല, അപ്പത്തിന് ഇങ്ങനെ ഉദിച്ച് പൊന്തി നിൽക്കുക. നിങ്ങൾ ഈ ടയറുകൾ ശരിക്കും കണ്ടോളൂ. നമ്മൾ ഇനി ടയർ മാറ്റാൻ പോവാണല്ലോ. ആരത് വണ്ടീൻ്റെ മാതിരി ഹോൺ അടിക്കണ? കാക്കു എൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കണം കേട്ടോ. നമുക്കും പോയി വെക്കാം. വീഡിയോ ഒക്കെ എടുക്കാൻ അയക്കോ, ചിലപ്പോൾ ആട്ടി വിടും. തണുപ്പാണ് ഗൈസ്, ആ തണുപ്പാണ്. അവിടെ കാണാൻ നല്ല ഭംഗിയില്ലേ? എനിക്കിഷ്ടമാണ് ഇപ്പോഴത്തെ സ്ഥലം. എല്ലാവർക്കും ഇനിയിപ്പോൾ ഇത് ഉന്തണോ തള്ളണോ എന്നറിയില്ലല്ലോ. ഈശ്വര, കാക്കുവിൻ്റെ കൂടെ പോയാൽ മതിയല്ലോ. ഞാൻ വീഡിയോ ഓഫാക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട. കാർ മുതലാളി ഇവിടെ വായ്മൊളിച്ചിരിക്കുന്നുണ്ട്. 1 മണിൻ്റെ മുന്നേ കിട്ടുമെന്ന് പറഞ്ഞ വണ്ടി 2:30 ഒരു കറക്റ്റ് സമയത്ത് തരാമെന്ന് പറഞ്ഞു. എന്തായിരിക്കും ഗൈസ്? നമുക്ക് കുറച്ച് വണ്ടികൾ നോക്കാം. ഇവിടെ കുറച്ച് ടയറുകളുണ്ട്. എന്താ പറയുക, നമുക്കൊരു പരിപാടിനെ പറ്റി അറിയില്ലെങ്കിൽ നമുക്ക് അതിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. നമുക്ക് പുറത്തേക്ക് നോക്കിയിരിക്കാം ഗൈസ്. ഇവിടെ നമ്മളെ വണ്ടി പോലത്തെ ഒരുപാട് വണ്ടികൾ ചെറുപ്രാ നിരന്നിരിക്കുന്നു. കാക്കോട്ടോ ഈ പാവം
പറഞ്ഞു 10 മണിയാകുമ്പത്തിന് വന്നാൽ ഫസ്റ്റ് നമ്മളെ വണ്ടിയേക്കാരം. അപ്പം നമ്മളത് വേഗം കിട്ടും നോക്കേ. നമ്മളിവിടെ വന്നപ്പോഴത്തേന് ഓൾറെഡി ഞങ്ങളെ വണ്ടീൻ്റെ മുന്നിൽ 10 വണ്ടി ലിസ്റ്റിലാണ്. അത്ര നേരം നമ്മൾ എന്താണ് ഇവിടെ കാണിക്കുക? വീട്ടിലിരിക്കുകയാണെങ്കിൽ എനിക്ക് സുഖമായി കിടന്നു പോകാൻ പറ്റും. നമുക്കൊരു ചായ കുടിക്കാൻ പോയാൽ എന്നുള്ള ചിന്ത ഉണ്ട്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് സംതിങ്. നമുക്ക് കാനഡിയൻ ഡയർ പോണ്ടേ? അതാരാ? എനിക്ക് ഇഷ്ടമല്ല അവിടുത്തെ ബർഗർ. ഫൈനലി നമ്മൾ തണുപ്പാണ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി, നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മളിവിടെ മെക്ഡിയിൽ പോകാൻ വിചാരിച്ചു. എനിക്ക് ടിമോട്ടൻസ് ആണ് ഇഷ്ടം, പേഴ്സണൽ ഫേവറേറ്റ്. ഇവിടെ എന്താ ചെയ്യാം, നമുക്ക് ഇവിടെ എല്ലാം തോന്നുന്നു. റോഡൊക്കെ ക്രോസ് ചെയ്ത് പോകണം. ഫോണും പിടിച്ച് പോയി കഴിഞ്ഞാൽ ക്രോസ് ചെയ്യാൻ ഞാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് വീഡിയോ ചിലപ്പോൾ ഞാൻ എടുക്കില്ല. അയ്യോ അമ്മേ, സൂര്യ ഇടപെടടാ അത് പറയേണ്ട അവസ്ഥയേക്കൂടെ ഇപ്പോൾ. അമ്മ ഒരു അവസ്ഥ ഇവിടെ എവിടെ ഉണ്ട്. ഇവിടെ ഒരു യൂസ് ഇല്ല ആളെ കൊണ്ട് കേട്ടോ. സൂര്യനൊക്കെ ഇവിടെ എവിടെ ഉണ്ട്. തണുപ്പാണ്, ടു മച്ച് തണുപ്പ് കമ്മി. നിങ്ങൾ ഈ സ്വിച്ച് കാണുന്നുണ്ടോ ഗൈസ്? ഇത് നക്കിയാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അവിടെ സിഗ്നൽ വരുള്ളൂ നമുക്ക്. സീ ബിഗ് വണ്ടി. അല്ല ഇതെന്താണ് ഇത്രയും ലാക്കിൻ്റെ വണ്ടി? നമ്മളെ സിഗ്നൽ ആവണുണ്ടോ? ഇതിപ്പോൾ എങ്ങനെ മനസ്സിലാവുക? ഓല് തടഞ്ഞു വെച്ച് കാണാലോ. പശുവിന്റെ ഫോട്ടോ കണ്ടിരിക്കും തോന്നുന്നു, പാലിന്റെ വണ്ടിയാണെന്ന്. നല്ല ലോകം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കിനി എന്താണ് ഇവിടെ കഴിക്കാനുള്ളതെന്ന് നോക്കാം. ഹായ്, ചന്ദ്രനിൽ നിന്ന് വന്ന ബന്ധു അഗെയിൻ ഹിയർ. ആരാ ഇവിടെ സൈക്കിളോ? നമുക്കിതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ക്രിസ്മസ് ഡെക്കറേഷൻസ് കാണും. സോ ഗുഡ്. ഒന്നുമില്ല. എന്താണ് ഗൈസ് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ കണ്ടോളൂ. ഇതൊക്കെ കഴിക്കൂ വേണമെങ്കിൽ. അപ്പം അന്നേരം വേണമെങ്കിൽ മാറ്റി പറയാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ അക്രമം തുടങ്ങട്ടെ. Coffee. Let's go guys. We are done. അത് പിടിക്കോ? ഇത് വേണോ? നാപ്കിൻസ് വേണോ? നമ്മളിനി കനേഡിയൻ ടയറിൽ പോവാണല്ലോ. ഇവിടെ ഇടക്കിടക്ക് പോലീസ് വരുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് ഉടായിപ്പ് ഇതാണ്ട് ഓടാൻ പറ്റുന്നില്ല. എത്തിപ്പോയി. നമ്മളിങ്ങോട്ട് വരുന്നത് ഒരു സ്പെഷ്യൽ സാധനം വാങ്ങാനാണ്. കാനഡയിൽ വന്നിട്ട് ഒരിക്കലും നിങ്ങളൊരു സാധനം വാങ്ങേണ്ടി വരുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഗൈസ്. എലി വിഷം. ഒരു കുഞ്ഞനെലി ഉണ്ട് നമ്മളെ വീട്ടിൽ നിന്നാണ്. തോന്നലല്ല, ഉണ്ട്, ഞാൻ കണ്ടു. അപ്പോൾ അതിനെ പിടിക്കണം. അതേതിലെ വന്ന് ഏതിലെ പോകണമെന്ന് ആർക്കും അറിയില്ല. ആൻഡ് സം കുഞ്ഞി പാറ്റാസ് അല്ല, കൂറാസ്, കോക്രോച്ച്. അത് മേടിക്കാൻ വരും. നമുക്ക് നോക്കാം വെറൈറ്റി സാധനങ്ങൾ കിട്ടുമോ നോക്കാം.
അയ്യോ അതിനുള്ള കയറി ഞാൻ എനിക്കൂടെ ഒരു സാധനം കാണിച്ചതാലോ. വാ, വലിയ അപ്പൂപ്പൻ നോക്ക്, എത്ര വലുതാ നോക്ക്, സോ ബിഗ്. ഹായ്, കണ്ടോ $249 ഇതിൻ്റെ വില. എൻ്റെ പഠിച്ച റബ്ബേ. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ ഏത് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാലും ക്രിസ്മസ് ഡെക്കോസ് ആട്ടോ നമുക്ക് ഒരുപാട് കാണാൻ പറ്റുക. എനിക്കിതൊക്കെ കണ്ടിട്ട് മറ്റേ ബിന്ദു പണിക്കർ ആ ഷോപ്പിൽ ചെന്ന പോലെ ഇനി ഏതൊക്കെ എടുക്കണം എന്നറിയില്ല. അത്രയും സാധനങ്ങൾ ഭയങ്കര ഭംഗി എല്ലാം കാണാൻ. $499 ചെന്നതിൻ്റെ വില. വലിയ വില കൊടുക്കേണ്ടി വരും പറയുന്നത്. വെറുതെ തന്നെ ഒരു ഫോട്ടോ എടുക്കണം അതിൻ്റെ കൂടെ നിന്ന്. ക്രിസ്മസ് ഗിഫ്റ്റ് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ വാങ്ങിക്കോളൂ ഗൈസ്, തുച്ഛമായ വിലയുള്ളൂ. സ്നോ ഇത്രയും പൈസ ഒക്കെ കൊടുത്തത് ആരെങ്കിലും വാങ്ങുമെന്ന് കാണിക്കാം. നല്ല രസം. അപ്പോൾ അപ്പൂപ്പൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തരോ. നമുക്ക് ഇവിടെയൊക്കെ ഇത് മൊത്തം ക്രിസ്മസ് ട്രീ ആയിട്ടോ. ഡെക്കറേറ്റ് ചെയ്ത ക്രിസ്മസ് ട്രീ, ഡെക്കറേറ്റ് ചെയ്യാത്ത ക്രിസ്മസ് ട്രീ, ലൈറ്റ് ഉള്ളത്, ലൈറ്റ് ഇല്ലാത്തത്, ഇതിൻ്റെയൊക്കെ വില പറഞ്ഞുതരാം. ഈ ക്രിസ്മസ് ട്രീൻ്റെ വിലയാണ് ഇതിപ്പോൾ 44-49. വേറെ ഉണ്ടാക്കാം നമുക്ക്. ഇതിനൊന്നും വില അല്ല ഗൈസ്, ആളെ പറ്റിക്കാനൊരു പരിപാടി. ഹായ് നല്ല രസം. ഇതിൻ്റെ വില കൂടെ പ്ലെയിൻ ഇതുമല്ലൊന്നും വില ഇട്ടിട്ടില്ല. മേ ബി ഓല് പറഞ്ഞു കൊടുക്കുമായിരിക്കും. ഇതെന്താണ് ലൈറ്റ് കത്തുന്ന ക്രിസ്മസ് ട്രീ ആണോ? അടുത്ത ആൾക്കാരൊക്കെ ഞാൻ വീഡിയോക്ക് വേണ്ടി തന്നെ നോക്കാം. വൈ നാട്ടിലൊന്നും വ്ളോഗേഴ്സില്ലേ എന്നെ പോലെ സെലിബ്രിറ്റീസ് ആയിട്ടില്ല. അത് അപ്പൂപ്പൻ്റെ അടുത്താണല്ലേ. ഇതേ മറ്റേ മാഷുണ്ടല്ലോ, അങ്ങനെ ഒരു കാർട്ടുണ്ടല്ലോ, അതിൽ കണ്ടുപോകും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. മാഷ എന്താ ബേറോ സംതിങ് ലൈക്ക് ദാറ്റ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഹസ്ബൻഡ് ഉണ്ടായിരുന്ന കാര്യം ഞാൻ മറന്നു. അദ്ദേഹം എവിടെയാണ് ഇപ്പോൾ? നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിച്ച പോലെ കടന്ന് അലറാനും വയ്യല്ലോ പഠിച്ചാൽ. ഹായ്, എന്ത് രസം. ഇതൊന്ന് ഫോണിൽ കാണുമ്പോൾ വലിയ രസമല്ലേ? കണ്ടോ, ടൂ മച്ച് ഐറ്റംസ്. വീണ്ടും എവിടെ ഉണ്ടൊരു അപ്പൂപ്പൻ. ഒരു സെൽഫി എടുക്കട്ടെ. മകനെ മടങ്ങി വരൂ എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു. കാക്ക എവിടെയായിരുന്നു? കിട്ടി ഗൈസ്, കാലങ്ങളായി ഞാൻ അന്വേഷിക്കുന്ന സാധനം കിട്ടി. സത്യം പറഞ്ഞാൽ അതുമല്ലൊന്ന് കുത്തി നോക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഭയങ്കര സോഫ്റ്റാണ്, നല്ല ഹാർഡാണ് കേട്ടോ. എൻ്റെ കൈമേലുണ്ടോ വെള്ള പൊടി. നല്ല വേദന ഉണ്ടല്ലോ. ഇതൊട്ട് സോഫ്റ്റൊന്നും നല്ല ഗൈസ്, നല്ല വേദന ഉണ്ട് ഈ സാധനത്തുമ്പോൾ കുത്തുമ്പോൾ. നല്ല കട്ടിയുണ്ട്. ഓ, കനേഡിയൻ ടയർ എന്ന് പറഞ്ഞാൽ ഗൈസ് ഒരുവിധം ലോകത്ത് കിട്ടുന്ന എല്ലാ സാധനം ഇവിടെ കിട്ടും. കണ്ടോ, നമ്മളെ കയാക്കിങ്ങിന് ഉപയോഗിക്കുന്ന കുഞ്ഞിത്തോണി, അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ടാവും ഇവിടെ. പക്ഷേ എനിക്ക് കാണാൻ വലിയ ഇഷ്ടമല്ല. ലൈക്ക് ഒരു എന്തോ പോലെയാണ്. എല്ലാം കിട്ടും. ഇതെന്താണ്, പൂത്തിരിയാണോ? ബലൂൺ വെയിറ്റോ? ഓക്കെ, ബലൂൺ, ഹൈഡ്രജൻ ബലൂൺ നമുക്ക് അതിന് കെട്ടി വെക്കാം. അതാ തോന്നുന്നു സാധനം. ഹായ്, അല്ല പിന്നെ വന്ന കാര്യം മറന്നു. മിസ്സായി മാപ്പിള മിസ്സായി. തപ്പട്ടെ. കാക്ക പിന്നെ ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് ഇവിടുന്നും കാണും. പക്ഷേ ഈ ഉയരമുള്ള മതിലിൻ്റെ അടിയിൽ നിന്ന് എങ്ങനെ കാണും? ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? നമ്മൾ ഊട്ടിയത്തെ പൂവില്ലേ, ആ സാധനം വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഇതൊന്നും വില നമുക്ക് കാണുന്നില്ല. നെട്ടും വിചാരിച്ചിട്ട് കൊടുക്കാൻ തോന്നണോ? ഇനി എല്ലാവരും ഇത് ഒരുപാട് ശേഖരിക്കുക, ഇങ്ങനത്തെ ഒരു വട്ടസാധനം ഉണ്ടാക്കുക, അതിൽ മുട്ടിക്കുക. കണ്ടോ, വാൾ ഡെക്കോറായി. സിമിള $17. ഇതൊക്കെ ലിക്വിഡേഷൻ വെച്ച് കേട്ടോ, കാരണം ഒക്കെ പൂത്തുപോയി. പൂപ്പൽ പയലവിട. നിങ്ങൾ വേണമെങ്കിൽ ഒരു വാർണിഷ് അടിച്ചാൽ മതി, അടിപൊളിയാവും സെറ്റ്. ഇതെന്താണ്, കൊമ്പും ചുള്ളിമേലും പെയിൻ്റ് അടിച്ചിരിക്കാൻ തോന്നുന്നു. എൻ്റെ മാപ്പിളിനെ പിന്നെയും കാണാനല്ലാതായി. എൻ്റെ പഠിച്ചോനെ ഈ ചങ്ങായിന് ഒരു സ്ഥലത്ത് വെച്ചോടുത്ത് നിൽക്കൂലല്ലോ. കിട്ടി കണ്ടോ. ഇനി നമ്മളൊന്നിനും വെറുതെ വിടില്ല, നശിപ്പിക്കുന്ന എല്ലാത്തിനും ജീവിതം ഞങ്ങൾ. അല്ല, ഇത് ഇങ്ങനെയാണോ? ഇത് നീരൂലേ കയ്യേ? ഓക്കെ, ഇങ്ങനെയാണോ അടിച്ച? നേരക്കൂലത്. ന്യൂ ലുക്ക്. അടുത്തോടത്തൊന്നും നോക്കണ്ട. എന്തൊക്കെയാണത്? ആൻറ്റി നെസ്റ്റോ? ഇതെന്താ, ഉറുമ്പോ? തുറുമ്പിൻ്റെ അകത്തൊന്നും പോരാ കാക്കൂ. അല്ല, പാമ്പിനും ഇല്ല വിശടിക്കും. എന്നാലായിട്ടുള്ള ചവിളുതാക്കണം. ഇവിടെ താഴെ
ലൈറ്റ് ആയതാ കണ്ടോ കോക്രോച്ചിന്റെ ചിത്രം. കാക്കോ കെട്ടി കെട്ടി എലിവശം എലിനെ പിടിക്കണ മെഷീനുണ്ട്, യന്ത്രം. കണ്ടോളൂ ഗൈസ്. ഇത് അടിച്ചിട്ട് എങ്ങനെയുണ്ട് ഉപയോഗം ഞാൻ പറഞ്ഞുതരാം. നമ്മളപ്പോൾ ഷോറൂമൊക്കെ തിരിച്ചു പോവാണ്. രണ്ടാളും ഞാൻ അവിടെ പോയി കിടന്നുറങ്ങും. അല്ലാണ്ട് എന്താ ചെയ്യുക, അത്രയും നേരം വായും വിളിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. കുടിക്കാൻ പറ്റുന്ന വെള്ളം ഗൈസ്. പ്രിൻസസ് ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാവം. മലയാളത്തിൽ പറയടാ. കൈനോ എനിക്ക് ചൂടുവെള്ളം മതി. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണല്ലോ. അതിലില്ല, അതുകൊണ്ടല്ലേ വരാത്തേ. നക്കിയാണ് പൊട്ടിക്കിഞ്ഞി. അതിൻ്റെ കാര്യത്തിൽ തീരുമാനാക്കി. ഇവിടെ കാത്തിരുന്ന് മുഷിഞ്ഞു. ആരത് ഉറക്കം വരലേ. എന്തേലും കുറച്ച് വെള്ളം ചാകരീന് മുന്നേ കിട്ടുമോ? എന്നെ കാണുമ്പോൾ നിങ്ങൾക്കിപ്പോൾ അങ്കിൾ പെണ്ണത്തെ ലാലേട്ടൻ്റെ ഓർമ്മ വരുന്നുണ്ടാവും, സ്വാഭാവികം. അതിനല്ലേ ഷാർപ്പ് 1 മണിക്ക് നമുക്ക് നമ്മളുടെ പരിപാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത്രയും പൈസ നമ്മൾ അടച്ചാൽ മാത്രമേ നമ്മുടെ വണ്ടിൻ്റെ ചാവി എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അതെടുത്ത് മുങ്ങാനായിരുന്നു ഞങ്ങളുടെ പരിപാടി. എല്ലാം പാളിപ്പോയി. അയ്യോ, നിൽക്കണ നമ്മളെ വണ്ടിയാണോ പുറത്ത്? അൺഫോർച്ചുനേറ്റ്ലി നമുക്കിവിടെ പൈസ വാങ്ങാൻ ആരുമില്ല ഗൈസ്, പാളിപ്പോയി. ഇതാ നമ്മുടെ വണ്ടിൻ്റെ പുതിയ ചക്രം. മാറ്റൊന്നുമില്ലല്ലോ. ഞാൻ കരുതിയൊരു ഭീമാകാരമായ ഒരു ചക്രം ആയിരിക്കും. ഇതെന്താ സെക്കൻഡ് ഹാൻഡ് ആണോ ചക്രം? കാനഡന്റെ കൊടിയൊക്കെ ഉണ്ടല്ലോ. ഇത്ര പെണ്ണ അവിടുത്തെ വീട്ടിൽ ഈ ചക്രത്തുമ്പോ എത്ര ചളിയാകും. പിന്നെന്താ അത്ര ചളി ഇതുമേ? വൈ ദിസ് മച്ച് പൊടിയാൻ ചളി. പഴയ ചക്രങ്ങൾ ഇതേപോലെ കവറിലാക്കി സുരക്ഷിതമായി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടല്ലോ. ഹായ്. ഇനിയിപ്പോൾ ഇത് തുറക്കാൻ എന്താ കാട്ടുകയെന്നാണ് അറിയാത്തത്. ചാവി പേര് തന്നിട്ടുമില്ല. നമ്പറൊക്കെ അത് എഴുതി വെച്ചു. ഫൈനലി മണിക്കൂറുകളുടെ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് നമ്മളെ വണ്ടി കിട്ടിയിരിക്കുന്നു ഗൈസ്. നല്ല മനോഹരമായ 4 ചക്രങ്ങളും ആയി. ആണോ? ശരിക്കും ഈ ചക്രം ഇടാതെ സമയം അയക്കണമല്ലോ. മാറ്റിക്കോട്ടെ. ഇതൊക്കെ വെയിറ്റിംഗ് ലിസ്റ്റിൽ വണ്ടി വന്നു. അങ്ങനെ നമ്മൾ ടാറ്റാ ബൈ ബൈ സി യു പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. കാക്കു പണിക്ക് പോവുകയാണ്. വീണ്ടും ഞാൻ വീട്ടിൽ ഒറ്റക്കാവാൻ പോവുകയാണ്. ആൻഡ് സം വൈന്തടിക്കൽ ടൈം ഈസ് ഓൺ. കാക്കു ഇങ്ങോട്ട് പോന്നപ്പോൾ ബ്ലിങ്കസിനായിരുന്ന കാക്കുവിൻ്റെ മുഖത്ത് ഈ പുഞ്ചിരി. പുതിയ 4 ടയർ കിട്ടിയതിൻ്റെ ബാക്കിൽ വെച്ചു. കാക്കുവിന്റെ മാതിരി എന്താ എനിക്ക് ഉത്തരവാദിത്തമല്ലാന്ന് വിചാരിച്ചിട്ട്. അല്ല പിന്നെ എനിക്കെന്താ ഇവിടെ വണ്ടിയിൽ എലിനെ പിടിക്കാനാണോ? വണ്ടിയിലാണോ എലിനെ പിടിക്കേണ്ടത്? വെറുതെ പ്രഷർ ഇളക്കരുത്. എനിക്കൊരു സ്വഭാവമുണ്ട്. സൂര്യൻ എന്നെ ലൈൻ അടിക്കുന്നു, എന്റെ കണ്ണിലേക്ക് കുത്തി തുളക്കുന്നു. അയാളെന്താ സഞ്ചൊക്കെ പിടിച്ച് തണുപ്പത്ത്? ടു മച്ച് ഹോംലെസ് പീപ്പിൾ. വെതർ നോർമലായി 1 ഡിഗ്രി, വളരെ നോർമലാണ്. എൻ്റെ ചുണ്ട് പൊട്ടി ചോര വന്നു. അറിയോ നിങ്ങൾക്ക്? എങ്ങനെ ഞാൻ ഈ രാജ്യത്ത് ജീവിക്കും? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. വെയിലൊക്കെ തട്ടുമ്പോൾ സുഖമുണ്ടാവും. ഹീറ്റർ ഓൺ ആക്കിക്കണോ? ലിറ്റിൽ ബിറ്റോ. കത്തിക്കങ്ങോട്ട് വണ്ടി ചൂടാക്കിക്കണ്ട്. ഇല്ലല്ല, സൂര്യൻ ഉണ്ട്. ഞാൻ കണ്ടില്ലേ ഈ സാധനം താത്താതെ സൂര്യന്റെ വെയിൽ ഇങ്ങനെ കൊണ്ടുവന്നു. വഴി അറിയാത്ത എൻ്റെ ഹസ്ബൻഡ് ഏതൊക്കെയോ പെരുവഴികളിലൂടെ വണ്ടി ഓടിക്കും. അപ്പോൾ ചിലപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ വ്ളോഗ് ഉണ്ടാവുക. ഒരു കുഞ്ഞു വ്ളോഗായിരിക്കും, ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. അതായിരിക്കും നമ്മളുടെ വീഡിയോ. അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്.
സോ അതുവരെ ബൈ. ഇതെന്തെങ്ങനെ? നന്ദി, നമസ്കാരം. കാക്കു ബൈ ബൈ പറയൂ. എന്താപ്പാര് ബസ് കാറിലിരിക്കണം, അതിന് അരിഫിലൊക്കെ പിടിച്ചോളൂ. അതിനല്ലേ ആ സാധനമൊക്കെ ഉണ്ടാക്കിയിരിക്കണത്. ആണല്ലോ. കാക്കുന് ഇനി കണ്ട അങ്കിൾ പണ്ടത്തെ മോഹൻലാലിന്റെ പേരില്ലേ? ഉണ്ട് പറയേ. കാക്കുവിന്റെ ഒരു കോമഡിക്കും ഞാൻ ചിരിച്ചില്ല. ഓക്കെ ഗൈസ്, ബൈ. പലതരം ഇരിപ്പിടങ്ങളും ഗേറ്റുകളും കണ്ടിട്ടുണ്ടാവും, അല്ല മതിലുകളും. ഇതുപോലത്തെ ഒന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട. കണ്ണാടിയിലേക്ക് നോക്കൂ, ഒരുപാട് ഉണ്ടകൾ കാണാം. മനസ്സില്ലേ? കണ്ണുമല്ല, അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടാവും. നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ എത്തും ഗൈസ്. കാക്കുന്നോട് ഡ്രോപ്പ് ചെയ്ത് പോയി ഗൈസ്. നമുക്കിനി ഇതിലെ നടന്ന് പോവാം. ഒടുക്കത്തൊരു കാറ്റ്, ഒടുക്കത്തൊരു തണുപ്പും. അങ്ങനെ നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് അപ്പാർട്ട്മെന്റിലേക്ക് നടക്കണ്ടോ. മുഖത്തൊക്കെ കാറ്റിട്ടിട്ട് ചുണ്ടൊക്കെ പൊട്ടും. ഒറ്റ കുളിഞ്ഞു ഓറടീൻ്റെ അറ്റം. ഇത് കാണുന്നത് എൻ്റെ ഏതെങ്കിലും കൂട്ടുകാർക്കോ ഫാമിലിക്കോ കാനഡയ്ക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ കം പ്ലീസ് ഗൈസ്. ആരെങ്കിലും പോകുന്നൊരു കമ്പനി വരും. അവിടെ ഭയങ്കര ബോറടിയാണ് ഒറ്റക്ക്. അങ്ങനെ നമ്മൾ വീട്ടിൽ എത്താനായിട്ടോ ഏകദേശം. ഇനി നമുക്ക് പോയിട്ട് നമ്മൾ ഇവിടുന്ന് രാവിലെ ഒരു 9 മണിക്ക് 10 മണിക്കൊക്കെ അവിടെ എത്താൻ കണ്ട് നേരത്തെ പോയിക്കണം. ഒരു 8:30 ഇവിടുന്ന് ഇറങ്ങിയിരിക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിൻ്റെ അടുത്തായിരിക്കണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അപ്പോൾ ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതിന് മുന്നേ നമ്മൾ ഡ്രസ്സും പരിപാടികളൊക്കെ ഒന്ന് അഴിച്ചു വെച്ചിട്ട് ഇനി ഫുഡ് എന്തെങ്കിലും കഴിക്കാനുള്ള പരിപാടികൾ നോക്കാം. നോർമലി ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സമയത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലില്ല. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ചൊരു ഓവർ ഫുഡ് ആയ പോലെ തോന്നി. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ലഞ്ച് കട്ട് ചെയ്തു. അതിന് പകരം ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു ആപ്പിളും കുറച്ച് ഗ്രേപ്സും ഉണ്ട് ഇവിടെ, മുന്തിരിങ്ങ. ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഒട്ടും കഴിക്കാത്ത 2 ഫ്രൂട്ട്സിനും ആപ്പിളും മുന്തിരിയും. ഇതൊക്കെന്താണോ എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല. ഞാൻ ഓറഞ്ച് മാത്രമേ കഴിക്കണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നേരെ തിരിഞ്ഞു. ഓറഞ്ച് കഴിക്കാറേ ഇല്ല, ആപ്പിള് മുന്തിരി. അതേപോലെ ഒട്ടും കഴിക്കാത്ത സാധനമാണ് അവക്കാഡോയും കഴിക്കും. അപ്പോൾ നമുക്കൊന്ന് ഒരു അവക്കാഡോ ജ്യൂസും ഒരാപ്പിളും കുറച്ച് മുന്തിരിയും കഴിക്കാം. ആപ്പിൾ എവിടെയാണെങ്കിലും കണ്ടോ ഈ വാക്സ് ഉണ്ടാവും. എനിക്കത് ഇഷ്ടമല്ല. എഡിബിളാണ് എന്നൊക്കെ പറയും. ഇവിടുത്തത് നല്ല മറ്റേ ഫ്രൂട്ടുമ്മൽ ഓൾറെഡി ഉള്ള ഇതാണെന്നൊക്കെ പറയുന്നേക്കാം. പക്ഷെ ഞാനത് കത്തിയും കൊണ്ട് ചിരട്ടി കളയും. മുന്തിരിയും കഴുകാം. പിന്നെ നല്ല സ്വീറ്റാട്ടോ ഇവിടുത്തെ. ഞാൻ കഴിച്ച മുന്തിരിയൊക്കെ നല്ല സ്വീറ്റാണ്. എനിക്ക് നമ്മൾ ചിലപ്പോൾ നാട്ടിൽ നിന്ന് അങ്ങനത്തെ മുന്തിരി മേടിക്കുന്നതുകൊണ്ടായിരിക്കും പിശുക്കന്മാരായിക്കാണ്ട് ഭയങ്കര പുളിയായിട്ട് തോന്നലുണ്ട്. എനിക്ക് മുന്തിരിൻ്റെ പുളി തിന്നാനേ പറ്റില്ല. പക്ഷെ ഇവിടുന്ന് എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ആപ്പിൾ കട്ട് ചെയ്യട്ടെ ആൻഡ് അവക്കാഡോ കട്ട് ചെയ്യട്ടെ. കിച്ചണൊക്കെ അത്യാവശ്യം നല്ല മെസ്സാണ്. നേരം വളർത്തിട്ടൊന്നും ക്ലീൻ ആക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. ബട്ട് ഞാനിങ്ങനെ കുപ്പായവും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ എന്നും ഇങ്ങനെയാണ് എന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പ്രാസവത്തിന് വേണ്ടി മാറ്റിയതല്ല. ഒരു കുപ്പായം ഇതിൻ്റെ മേലെ എടുത്തിട്ടത്. അതിന് കയ്യില്ല കൊടുത്ത കുപ്പായത്തിൻ്റെ. വെറുതെ ഞാൻ നല്ല കുട്ടിയാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഗൈസ്. പിന്നെ ഒരു കാര്യം, ഞാൻ ഡയറ്റിലാണ്, സ്ട്രിക്റ്റ് ഡയറ്റ്. ഞാൻ രാവിലെ നോർമൽ വെള്ളം കുടിച്ച് കാണിച്ചതല്ലേ, അതിൻ്റെ കൂടെ അത് കഴിഞ്ഞിട്ട് ചൂടുവെള്ളത്തിൽ ചിയാ സീഡ്സും ഹണിയും ഒഴിച്ചിട്ട് കഴിക്കലുണ്ട് കേട്ടോ. ഒന്നും അതിന് സമയം കിട്ടിയില്ല, മറന്നു.
നമുക്ക് നല്ല പഴുത്ത് കേട് വരാനായ അവക്കാഡോ എടുക്കാം. അയ്യോ അവക്കാഡോ കട്ട് ചെയ്യണതും അതിങ്ങനെ സ്പൂണിൽ ഇങ്ങനെ ഇതാക്കി എടുക്കുന്നതും ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പരിപാടിയാണ്. ഇത് മൂക്കാത്ത ഏതോ അവക്കാഡോ ചെറിയ കുരു. ജ്യൂസ് അടിക്കാൻ ഈ ന്യൂട്രി ബ്ലെൻഡേഴ്സാണ് എപ്പോഴും ബെസ്റ്റ്. നമ്മൾ ജ്യൂസ് മിക്സിനെക്കാട്ടിലും നമുക്ക് സംഭവം നമ്മുടെ ഡയറ്റിലൊക്കെ ആണെങ്കിലും ഷുഗറിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. കാരണം എനിക്ക് ഷുഗർ കുറവാണ്. അപ്പം ഞാൻ ഷുഗർ കുറക്കാറില്ലല്ലോ. നല്ല നല്ല രസമാണ്. നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ഒരു ക്രീം സ്ട്രക്ചർ ഉണ്ട് കഴിഞ്ഞാൽ മുഖത്തൊക്കെ തേക്കാൻ തോന്നും. നല്ലൊരു എന്താ പറയുക, ഒരു മോയ്സ്ചറൈസറിനൊക്കെ പോലെയാണ്. ഞാൻ പ്രൊഡക്റ്റ് എന്തെങ്കിലും നമ്മളോട് പറയാൻ നമുക്ക് തോന്നുന്നുണ്ടാവും. ഞാൻ വ്ളോഗ് എടുക്കല്ലേ, ഡേ മൈ ലൈഫ് എടുക്കല്ലേ, എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണ്ടേ. ഷുഗർ അത് ഇത് നാട്ടിലത്തെ നമ്മള് പഞ്ചസാരമാരല്ലേ ഗൈസ്. നമുക്ക് ഈ ഫ്ലൈറ്റ് പോയവർക്കറിയാം, ഫ്ലൈറ്റിൽ നിന്ന് പഞ്ചസാര ഇട്ടൂല. എത്ര ഇട്ടാലും മധുരമില്ലാത്തൊരു പഞ്ചസാര, അങ്ങനത്തെ ഒരു പഞ്ചസാരയാണ് തൂക്കട പഞ്ചസാര. സോ 2 കുഞ്ഞു സ്പൂൺ പഞ്ചസാര, 2 സ്പൂൺ മധുരം. Some milk. ഇതിലാട്ടൊക്കെയാണ് ഒഴിക്കുന്നത്. ഇത് നമ്മളെ ന്യൂട്രി ബ്ലെൻഡറിൻ്റെ ഒരു ജാറാണ് കേട്ടോ. നമ്മളിത് എടുക്കുന്നു, ബ്ലേഡ് എടുക്കുന്നു. ഇതാണ് ജ്യൂസ് മിക്സിൻ്റെ ബ്ലേഡ്. ഇത് നമ്മളുടെ സാധാ അരക്കലിൻ്റെ ബ്ലേഡ്. അങ്ങനെ തന്നെയാണ് തോന്നുന്നു. ഒരു ആപ്പിൾ വേണ്ടില്ല, ഇത്രയും ആപ്പിൾ ഞാൻ കഴിക്കും. ഇത്രയും ഇറ്റ്സ് ടു മച്ച്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ഉള്ളൂ ഫ്രിഡ്ജ് കയറ്റും. കുറച്ച് മെസ്സ് ഉണ്ടാവും, സോറി. ഫിനിഷ്. നമുക്ക് ഇതിൽ തന്നെ കുടിക്കാം. ഹെൽത്തി അവക്കാഡോ ജ്യൂസ്. മധുരല്ലേ, രസമുണ്ട്. എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവും ഇത് രസമല്ല, ബട്ട് രസമുണ്ട് സത്യത്തിൽ. മിക്സിൻ്റെ സ്ഥാനത്ത് നമ്മളിത് തിരിച്ചെടുത്ത് വെക്കാം, അല്ലെങ്കിൽ പിന്നെ അതൊന്ന് വൈകുന്നേരം തന്നെ ഇരിക്കും. കിച്ചണൊക്കെ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് വന്ന് ക്ലീൻ ചെയ്യാം. ലെറ്റ്സ് ഗോ ടു ഹോൾ. പാലെടുത്ത് വെക്കട്ടെ. ഓരോരോ കഷ്ടപ്പാടുകളെ ഉണ്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ടി വി ഉണ്ട് ഇവിടെ, ടി വി ഓണാക്കും, ഇതിവിടെ ഇരുന്നിട്ട് കഴിക്കും. കണ്ടില്ലേ, എല്ലാം അലമ്പാണ്. മെസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അറ്റ മെസ്സാണ്. നമ്മളിങ്ങനെ പോണ വഴിക്ക് ഇങ്ങനെ പോകണമെങ്കിൽ കുഴപ്പമില്ല. ഇതുകൊണ്ട് നമ്മളിന്ന് മേടിച്ച് കാനഡിയൻ ടയർ പോയി നമ്മൾ മേടിച്ച പാറ്റിനെ കൊള്ളുന്ന സാധനം എലിനെ പിടിക്കണതും തീർക്കും ഞാൻ അവരെ. ഫിനിഷ്, ജസ്റ്റ് ഫിനിഷ് ദം. ഇത് കഴിഞ്ഞിട്ട് വേണം. ഇതൊക്കെ പിന്നെ എൻ്റെ
TV സ്നാക്സ് ആണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ വെച്ചാൽ എനിക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് TV ഓണാക്കാം. ഞാൻ ഇന്നലെ ഒരു മൂവി, മമ്മൂക്കോയൻ്റെ ഒരു മൂവി ക്ലിപ്പ് കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായി. നല്ല കോമഡിയാണ്. പേളി ചേച്ചിൻ്റെ അപ്ഡേറ്റ്സ് ഉണ്ടല്ലോ, കിച്ചൺ ക്ലീനിങ്ങിൻ്റെ, നമുക്ക് പിന്നെ കാണാം. അത് നല്ല രസമുണ്ട്. അപ്പോൾ അത് നമ്മളിന്ന് കാണും, ആ സിനിമ. എവിടെ അത്? വണ്ടേഴ്സ് ഓഫ് കാനഡ. ഇതുണ്ടോ? ഇത് നമ്മൾ അന്ന് പോയില്ലേ, എനിക്ക് തോന്നുന്നു നമ്മളൊരു പാർക്ക് പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായില്ലേ, ഞാൻ മോണ്ടറംബ്ലൈറ്റ്, അതാണ് തോന്നുന്നത്. ഈ വീഡിയോ കേട്ടോ, ഈ വീഡിയോ. ഇത് ടൊറന്റോ ആണ്. ഞാനിതൊക്കെ എന്തിനാ നിങ്ങളടുത്ത് പറയണല്ലേ, വെറുതെ ഒരു രസം. എനിക്ക് ആരെങ്കിലൊക്കെ പറയുന്നേ. പട്ടണപ്രവേശം. ഞാനിപ്പോൾ കറന്റ്ലി കണ്ടുകൊണ്ടിരിക്കുന്ന വെബ് സീരീസ് ഒരു എന്താ പറയാ, എന്താണ് ഡ്രാമയാണ് കേട്ടോ. പക്ഷേ നമുക്ക് ബോറടിക്കാൻ തുടങ്ങി. അതിന് 160 എപ്പിസോഡുണ്ട്. അതൊക്കെ ഞാനതോട് വെയിറ്റിംഗ് ലിസ്റ്റിൽ വെച്ചേക്കാം. ഒരു രക്ഷയില്ല, എനിക്ക് ആ സിനിമ തപ്പിയിട്ടും കിട്ടണില്ല, അതിൻ്റെ പേര് ഓർമ്മയുണ്ട്. അതുകൊണ്ട് നമ്മൾ അവസാനം അച്ഛനെയാണ് എനിക്കിഷ്ടം സിനിമയിൽ ഉറപ്പിച്ചു, നമ്മളത് കാണാം. എനിക്കതിൻ്റെ പാട്ട് നല്ല ഇഷ്ടം. മറ്റേ സമ്മതം സമ്മതം പറഞ്ഞ പാട്ടില്ലേ, എന്നോ കണ്ട സിനിമയാണ്. അപ്പോൾ ആ സിനിമ അതിൻ്റെ കമൻസ് വായിച്ചോ കേട്ടോ. നമുക്ക് ഫസ്റ്റ് സ്നേഹം മോഹൻലാൽ എന്തിനാ വന്നതെന്ന് ആർക്കും പറയാം. ആർക്കും കമൻസ് ഒന്നുമില്ല. ഇന്നലെ പോസ്റ്റ് ചെയ്ത സിനിമയാണ്. സോ ഞാൻ ഈ സിനിമ കാണട്ടെ, ഇതും കഴിക്കട്ടെ. അപ്പം അത്രയ്ക്ക് ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്, വെരി കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ്. ഇനി ഞാനെന്താ ഇപ്പം ഈ കഴിച്ചത് കഴിക്കും. അത് കഴിഞ്ഞതിന് ശേഷം രാത്രി ചോറ് ചിലപ്പോൾ കഴിക്കും, അല്ലെങ്കിൽ ഓട്സ് കഴിക്കും. പിന്നെ കാക്കു വരും, കഴിഞ്ഞു, പിന്നെ നമ്മൾ ഓർമ്മ. സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ്. സോ മേത്തൊക്കെ വന്നാൽ കോപ്പിറൈറ്റ് ഇട്ടു ചിലപ്പോൾ, അതുകൊണ്ട് നമുക്കിതിപ്പോൾ പോസ് ചെയ്യാം. സോ യാ, ബൈ ഗൈസ്, ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ വീഡിയോ.